ഞാനൊന്നൊരു യാത്രാ വ്ളോഗ് കാണിക്കാൻ വിചാരിച്ച് വഴിയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വേണ്ട കേക്കൻ പട്ടി ഇവിടെ കിടക്കുന്നത് എൻ്റെ ഓമനാണ്. ഈ വഴി കൂടെ നടന്നു പോകാൻ ഞാൻ പൂക്കൾ കണ്ട. ഇത് കഴിഞ്ഞ് എനിക്ക് റെയിൽവേ ക്രോസ് ചെയ്യണം. അത് കഴിഞ്ഞ് ഒരു ഓട്ടോ പിടിച്ച് പോകണം. പൂക്കളൊക്കെ കണ്ട, ചെടികൾ ഒക്കെ ഇഷ്ടംപോലെ ചെടികളുണ്ട്. എന്താ ചെടികൾ നല്ല രസമില്ലേ ചെടിയൊക്കെ കാണാൻ. ഉണ്ടാ ചെടികളൊക്കെ. ഈ മാവിന്നൊരു മാങ്ങ വീണിട്ടുണ്ട്. പച്ചയാണോ പഴുത്തയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങ് എടുത്തു തരും. എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ ഞാൻ വന്നതാണേ. കടപ്പുറത്താണേ. കൂട്ടുകാർ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി. പക്ഷേ അവരുടെ അച്ഛനും അമ്മയാണ് വീട്ടിലുള്ളത്. ഞാൻ ഇപ്പം അങ്ങോട്ടൊന്ന് പോകുന്നുണ്ട്. അത് നിങ്ങളെ കാണിച്ചു തരാം. കടപ്പുറം നിങ്ങൾക്കൊന്ന് കാണണമല്ലോ. ഇതാണ് മനോഹരമായ കടപ്പുറം. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ കടപ്പുറം? അങ്ങോട്ട് പോകുന്ന വഴിയാണേ. ചെടി കണ്ടോ, നല്ല രസം ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങൾക്കും തോന്നുമല്ലോ. നല്ല രസമുണ്ടല്ലോ. ചെടികളൊക്കെ കണ്ടില്ലേ? ഉണ്ടാ നല്ല വഴിയൊക്കെ. വീട്ടിലോട്ടിപ്പോൾ നമുക്ക് പോകാമേ. അതാ വീടിൻ്റെ മുറ്റം. അപ്പം ഞാൻ അങ്ങോട്ട് കൊണ്ട് കയറ്റാം. ഇപ്പം അങ്ങോട്ട് കയറാം. ഹായ്, ഇവിടെ ആളുണ്ടോ ആൻറ്റി? ആ ആൻറ്റി, ചിന്നു കല്യാണം കഴിഞ്ഞ് പോയല്ലോ അല്ലേ? ചിന്നുവിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ അറ്റത്ത് നിൽക്കുന്ന ആ കുട്ടിയെ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. 3 മക്കളുണ്ട്. എന്നെക്കാളും താമസിച്ചാണ് കല്യാണം കഴിഞ്ഞത്. അതുകൊണ്ട് കുട്ടികളൊക്കെ ഇച്ചിരി ചെറുതാണ് ചിന്നുവിൻ്റെ മക്കൾ. പിന്നെ ഞാൻ ചിന്നുവിൻ്റെ അടുക്കളയിലോട്ടൊന്ന് കയറട്ടെ. ചിന്നു പോയെങ്കിലും ചിന്നുവിൻ്റെ അടുക്കള ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആൻറ്റി മീൻ ഇത് മേടിച്ചത് രാവിലത്തെ മീനല്ലേ? ചൂര കിട്ടി അല്ലേ? ചൂര കറി വെച്ചത്. ആ ചൂര കറി വെച്ചത്. ചോറൊക്കെ രാവിലെ ആയപ്പോ അങ്കിള് ഞാനും കൂടെ കഴിച്ചപ്പോ രാത്രിത്തേക്ക് ചോറ് വയ്ക്കുന്നല്ലേ? ആ മീൻ വറക്കാൻ വേണ്ടി. അപ്പൊ എനിക്ക് കുറച്ചാളുകൊണ്ട് ഇങ്ങോട്ട് ഒന്ന് വരണമെന്ന്. മീൻ വറക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ടൊന്ന്, ഞാൻ ഈ കടപ്പുറം ഭാഗത്തോട്ടൊന്നും വന്നിട്ടില്ല. അല്ല, വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലെന്ന്. അപ്പം ചിന്നുവിൻ്റെ വീടിൻ്റെ ഇവിടെ വരുമ്പോൾ ഇതൊക്കെ എടുക്കാൻ വിചാരിച്ച്. അങ്ങനെ ഞാൻ നാളത്തേക്ക് വേണ്ടി നാളത്തേക്ക് വേണ്ടി വെച്ചിരിക്കുന്നു അല്ലേ? ചിന്നുവിൻ്റെ അച്ഛൻ നിങ്ങൾ ആഹാരം കഴിച്ചോണ്ടിരിക്കുന്ന ആഹാരം കഴിച്ചോണ്ടിരിക്കുന്ന ഞങ്ങൾ ആഹാരം കഴിക്കുന്ന നേരമാണല്ലോ അല്ലേ? ഇപ്പം 12:30 ആയി കാണും അല്ലേ? 1 മണിയായി. ചോറ്, മീൻ പൊരിച്ചത്, മീൻ കറി, ചൂര കറി വെച്ചത്, പിന്നെ എന്താ അച്ചാർ, എന്താ നെല്ലിക്ക, എന്താ കാരക്ക അച്ചാർ, അതൊക്കെ കൂട്ടി കഴിക്കുന്നത്. അപ്പം സിനിമ കണ്ടോണ്ടിരിക്കുന്നല്ലേ? ഞാൻ കുറച്ച് വേറൊരു കൂട്ടുകാരുടെ അല്ല, ഞാൻ കുറച്ച് മുമ്പ് വേറൊരു കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് വന്നതാണ്. അപ്പം പിന്നെ എനിക്ക് എല്ലായിടത്തും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം പിന്നെ എല്ലാവരും ചിന്നുവിൻ്റെ വീടൊക്കെ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പം പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകും. കുറച്ച് കഴിഞ്ഞ് പോകും കേട്ടോ. ഞാൻ ഒന്നും കൂടെ മുറ്റ വഴിയൊക്കെ ഒന്നും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ആൻറ്റി, ഞാൻ പോകുന്നേ. ചിന്നുവിനെ അന്വേഷണം അറിയിക്കണം കേട്ടോ. പ്രത്യേക അന്വേഷണം അറിയിക്കണം. ഞാൻ പോകുന്നേ. ബൈ ബൈ.